വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ന്യൂസാണ് നമ്മൾ കേട്ടത്. 243 യാത്രക്കാരും ക്യാബിൻ ക്രൂവുമായി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്ന് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം AI-171 ടേക്ക് ഓഫ് കഴിഞ്ഞ് 2 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ജനവാസ മേഖലയിലുള്ള ഒരു ഡോക്ടേഴ്സ് ഹോസ്റ്റലിൽ ചെന്ന് വീഴുകയായിരുന്നു. ഇതിത്രയും ഷോക്കിംഗ് ആകാൻ കാരണം ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു കാറ്റഗറി വിമാനം ഒരു അപകടം സംഭവിക്കുന്നത്. ബോയിങ് 787 ഡ്രീം ലൈനർ കാറ്റഗറിയിലുള്ളൊരു വിമാനമാണിത്. വളരെ മികച്ച സേഫ്റ്റി റെക്കോർഡ്സ് ഉള്ളൊരു ഫ്ലൈറ്റാണ്. ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫ്ലൈറ്റ് 2014 ആദ്യമായിട്ട് ഫ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പഴക്കം എന്ന് പറയുന്നത് വെറും 11 വർഷം മാത്രമാണ്. ഈ ഒരു കാറ്റഗറി വിമാനത്തിൻ്റെ ലൈഫ് സ്പാൻ അറൗണ്ട് 20 മുതൽ 30 വർഷം വരെയാണ്. അപ്പോൾ ഒരു കാലപ്പഴക്കം ഒരു കാരണമായി വരാൻ സാധ്യതയില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പൈലറ്റിൻ്റെ എക്സ്പീരിയൻസ് ഏകദേശം 8200 മണിക്കൂർ പറത്തിയ ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ഉള്ള പൈലറ്റാണ് ഇത് നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു പക്ഷേ എന്തെങ്കിലും പിഴവുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ബ്ലാക്ക് ബോക്സിൻ്റെ ഡാറ്റ കിട്ടിയാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. എങ്കിലും 50-50 ചാൻസാണ്. ഉച്ചസമയം 1:40 അടുപ്പിച്ചിട്ടാണ് ടേക്ക് ഓഫ് ചെയ്തത്. ആ സമയത്ത് അവിടുത്തെ വെതർ കണ്ടീഷൻ വളരെ എക്സലൻ്റ് ആയിരുന്നു. 7 കിലോമീറ്ററാണ് വിസിബിലിറ്റി. വെതർ കണ്ടീഷൻ്റെ കാര്യങ്ങൾ സാധ്യത തീരെയില്ല. ഇതിൻ്റെ ബ്ലാക്ക് ബോക്സ് ഡാറ്റാസൊക്കെ പരിശോധിച്ച് എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർ ഒരു നിഗമനത്തിലെത്തിയാൽ മാത്രമേ നമുക്കിതിൻ്റെ എന്താണ് യഥാർത്ഥ റീസൺ എന്നുള്ളത് കിട്ടുള്ളൂ. എങ്കിലും പ്രധാന കാരണം ഇതാവാനാണ് സാധ്യത. പ്രോപ്പറായിട്ടുള്ള മെയിൻ്റെനൻസ് ഇല്ലാതെ ടെക്നിക്കൽ ഫെയിലിയർ വന്നതായിരിക്കാം സാധ്യത. അതല്ലെങ്കിൽ പൈലറ്റിൻ്റെ പിഴവ്. എനിവേ ബോയിങ്ങും അതേപോലെ തന്നെ എയർ ഇന്ത്യയും ഇതിൻ്റെ യഥാർത്ഥ കാരണം അന്വേഷിച്ച് പബ്ലിക്കിനെ അറിയിക്കുമെന്നാണ് നമ്മളുടെ പ്രതീക്ഷ.